Ladies and gentlemen, this is Adesh and welcome to my Kanedi. I nobody. എടേ ഈ പടം ഇറങ്ങിയതൊന്നും ആരും അറിഞ്ഞില്ല. തിയേറ്ററിലൊന്നും ആളേ ഇല്ല. ഞാൻ പോയ അവിടെ 20-25 പേരേ ഉള്ളൂ. ചിലപ്പോൾ മഴക്കാരനായിരിക്കും. ഈ സിനിമയുടെ ട്രെയിലറിനും മറ്റേ ഗ്ലിംസിനൊക്കെ വൻ അക്സെപ്റ്റൻസ് ആയിരുന്നു, വൻ ചർച്ചാ വിഷയം തന്നെ ആയിരുന്നു. സ്റ്റിൽ തിയേറ്ററിൽ ആളില്ല. ഒരൊറ്റ പേര് മതി ഈ സിനിമ കാണാൻ. പൃഥ്വിരാജ് സുകുമാരൻ അല്ല, ഫ്രം ദ ഡയറക്ടർ ഓഫ് റോഷാക്ക് നിസാം ബഷീർ. എന്നെ പൊതുവെ എല്ലാവരും ഒരു മമ്മൂക്ക വിരോധി, മമ്മൂക്ക ഹെയ്റ്റർ, അങ്ങേരുടെ പടത്തിന് നെഗറ്റീവ് പറയാനാണ് നീ ജനിച്ചിരിക്കുന്നതെന്നൊക്കെ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു. മമ്മൂക്കയുടെ ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും ബെസ്റ്റ് പടം എന്റെ അടുത്ത് ചോദിച്ചാൽ ഐ വുഡ് സേ റോഷാക്ക്. ഔട്ട് ഓഫ് ദ ലീഗ് പടം, ഔട്ട് ഓഫ് ദ ലീഗ് പെർഫോമൻസ്. അപ്പൊ ആ സിനിമയുടെ ഡയറക്ടറിന്റെ ഒരു പടം തിയേറ്ററിൽ പോയി കണ്ടേ, അതല്ലേ മാന്യത. അതുകൊണ്ട് പോയി കണ്ടു. എടേ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് മറ്റേ പ്രസന്റഡ് ബൈ ഇന്നാൾ എന്നൊക്കെ എഴുതി കാണിച്ചു. ആ സമയത്ത് മെഡിറ്റേറ്റ് ചെയ്യണം, 2 മിനിറ്റ് ശ്വാസം എടുത്തു വിട്. ഐ വാസ് ലൈക്ക്, ഏത് അലവലാതിയാണ് തിയേറ്ററിൽ ഇരുന്നിട്ട് കൊണവധികാരം നടത്തുന്നത്. അത് സിനിമയുടെ ഭാഗമായിരുന്നു. അവിടുന്ന് അങ്ങട് ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുന്ന വരെ ഒരു സീക്വൻസ്, ഒരു റോബറി, ഒരു കാർ ചേസ്, ഒരു ആക്സിഡന്റ് സീക്വൻസ്, പീക്ക് സംഭവം. ആ ഈ തണുത്ത് വരച്ചിട്ടാണ് ഈ പടം കാണാൻ പോയത്, മഴയും കൊണ്ടിട്ട്. അപ്പ കിട്ടിയൊരു ഹൈ ഉണ്ട് മോനെ. പടം ഓൺ. ടെക്നിക്കലി ഈ സിനിമ ബ്രില്യന്റ് എന്ന് പറഞ്ഞാലേ പോരാ, അത്രയും കിടുവാണ്. എഡിറ്റിംഗ് ആയിക്കോട്ടെ, മ്യൂസിക് വർക്ക് ആയിക്കോട്ടെ, ഷോർട്സ് ആയിക്കോട്ടെ, അതിന് വെച്ച ആംഗിൾസ് ആയിക്കോട്ടെ, അടിപൊളി. പലപ്പോഴും ഇതൊരു മലയാളം സിനിമയാണോ എന്ന് വരെ തോന്നും. ഫസ്റ്റ് ഹാഫ്, ഐ എം ടോക്കിംഗ് അബൌട്ട് ഫസ്റ്റ് ഹാഫ്. 10 out of 10 കൊടുക്കുക അതിന്റെ ഫസ്റ്റ് ഹാഫിന്. അത്രയും കിടുവായിരുന്നു. അല്ല, ഒരു നെഗറ്റീവ് ഉണ്ട്. സഞ്ജു ശിവറാമിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, ഒരു വെകിളി പിടിച്ച ക്യാരക്ടർ. 10 സെക്കൻഡേ ഉള്ളൂ. ഈ ജാട്ടിയില് പുളിയുറുമ്പ് വീണ പോലത്തെ ഒരു ക്യാരക്ടർ. അത് മാത്രമായിരുന്നു നെഗറ്റീവ്. ഓക്കെ, അടിപൊളി. യൂഷ്വലി ത്രില്ലർ ആയിക്കോട്ടെ, സൈക്കോ ത്രില്ലർ ആയിക്കോട്ടെ, ഞാൻ ഫോൺ നോക്കും. ഞാൻ 1 മിനിറ്റ് പോലും അല്ലെങ്കിൽ 1 സെക്കൻഡ് പോലും ഫോൺ നോക്കിയില്ല. അപ്പൊ അതിനർത്ഥം റേസി സ്ക്രീൻ പ്ലേ? നോ, ഇറ്റ്സ് ഗ്രിപ്പിംഗ്. സ്ലോ പേസ്ഡ് ആണെങ്കിൽ ഗ്രിപ്പിംഗ് സ്ക്രീൻ പ്ലേ ആയിരുന്നു. റേസി ഒന്നും അല്ല മോനെ. ഫസ്റ്റ് ഹാഫില് ലിഫ്റ്റിൽ വെച്ചൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ഓയ്യോ, പേട്ട സാൻ. പൃഥ്വിരാജിന്റെ ആക്ഷൻ സീക്വൻസിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ഇടിക്കട്ട ഫീലിംഗ് ആയിരിക്കും. കിണ്ടൽ ഇടിസാൻ. അത് അടിപൊളിയായിരുന്നു. ആൻഡ് ഫസ്റ്റ് ഹാഫിൽ ഒരു ഹിന്ദി ട്രാക്ക് ഉണ്ട്. ഓഫ്, കിഡു സാധനം. അത് കത്തുമെന്ന് എനിക്ക് തോന്നുന്നു. അത് പെട്ട സാധനമായിരുന്നു. ഫസ്റ്റ് ഹാഫ് സംഭവം ഇറുക്ക് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഫസ്റ്റ് ഹാഫ്. പൃഥ്വിരാജിന്റെ പീക്ക് പെർഫോമൻസ്. പൃഥ്വിരാജിന്റെ കംപ്ലീറ്റ് സിനിമാസ് എടുത്തോ, എൻറ്റയർ സിനിമാസ് എടുത്തോ, അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടറാണ് രാജി. സൈക്കോളജിക്കലി ഭയങ്കര ലെയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടർ. എത്ര കിഡുമായിട്ടാണ് അങ്ങേ പെർഫോം ചെയ്തിരിക്കുന്നത്. അടിപൊളി. പൃഥ്വിരാജിനെ കാണാൻ വേണ്ടി മാത്രം പടം കാണാം. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് വേറെ ആരും കാണുന്നുണ്ടായിരുന്നില്ല. ഐ വാസ് ഇൻ ലവ് വിത്ത് പൃഥ്വിരാജ് സുകുമാരൻസ് ക്യാരക്ടർ. അത്രയും അടിപൊളിയായിരുന്നു. ഇന്റർവെൽ ആവുന്ന സമയത്ത് ഒരു ഷോട്ട് ഉണ്ട്. അതായത് എല്ലാവരുടെയും ഉറക്കം പോയിരിക്കുന്ന സമയത്ത് പൃഥ്വിരാജ് കിടന്നുറങ്ങുന്നുണ്ട്. ആ സമയത്ത് ചെറിയൊരു പോർഷനിൽ ഒരു ലൈറ്റ്, ആ ലൈറ്റ് മെല്ലെ ഇല്ലാതാവുന്നു. പിന്നീട് ഇടവേള എന്ന് എഴുതി കാണിക്കും. എന്ത് രസമായിരുന്നു എന്ന് അറിയും. ഇതേ മോഡിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ ആ റേഞ്ച് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് വെരി നോർമൽ വിത്ത് എ വീക്ക് ക്ലൈമാക്സ്. വെരി നോർമൽ. ഈ സംഭവം ഇറുക്ക് ഫീലിംഗ് ഒന്നുമില്ല. ഭയങ്കര ലോ ആയിരുന്നു ഒരു സെക്കൻഡ് ഹാഫ് ആയിട്ടാണ് തോന്നിയത്. ഓവറോൾ ഈ സിനിമ ദിസ് ഇസ് നൈസ് പടം. ഒരു 1 ടൈം വാച്ചബിൾ നല്ല പടം. ടെക്നിക്കലി ടോപ്പ് നോച്ച്. ആൻഡ് നിസാം ബഷീറിന്റെ സിനിമാസ് എടുത്ത് നോക്കിയാൽ മതി. ആള് വലിയ സ്റ്റാർ കാസ്റ്റ് വേണ്ട ആൾക്ക്. പെർഫോമേഴ്സ്: പൃഥ്വിരാജ് സുകുമാരൻ, പാർവതി തിരുവോത്ത്, അശോക് ഏട്ടൻ, ഹക്കീം ഷാജഹാൻ. പൃഥ്വിരാജിന്റെ കാര്യം പിന്നെ ഞാൻ പറഞ്ഞു. പാർവതി തിരുവോത്ത്, പാർവതിയുടെ പേഴ്സ്പെക്റ്റീവ്സ് ആയിട്ട് നമുക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവും. പാർവതിയുടെ ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ നമുക്ക് ഇഷ്ടാവില്ല. ആളുടെ ഒപ്പീനിയൻ അൺഅക്സെപ്റ്റബിൾ ആയിരിക്കാം. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ആക്ടിങ്, ഷീ ഈസ് വേറെ ലീഗ് മോനെ. അഗ്രസീവ് ആവേണ്ട അവിടെ അഗ്രസീവ് ആവുന്നുണ്ട്. ഷൗട്ട് ചെയ്യേണ്ട അവിടെ ഷൗട്ട് ചെയ്യുന്നുണ്ട്. സട്ടിലായിട്ടുള്ള ആളുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. മലയാളത്തിലെ കറന്റ് ബെസ്റ്റ് ആണ് പാർവതി. ഇന്ത്യൻ സിനിമയിലെ വൺ ഓഫ് ദ ബെസ്റ്റ്. അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തേ പറ്റൂ.
ഷീസ് എ ഫ്രീക്കിംഗ് പെർഫോമർ ബ്രോ. പിന്നെ അശോകേട്ടന്റെ ക്യാരക്ടർ നന്നായി ചെയ്തിട്ടുണ്ട്. ഹക്കിം ഷാജഹാൻ ഒരു ക്യാരക്ടർ ഉണ്ട്, ഒരു പോലീസാണ്, സ്വയം വലിയ എന്തോ ബുദ്ധിമാനെന്ന് വിചാരിക്കുന്ന ഒരു മന്ദബുദ്ധി പോലീസ്. ആള് നൈസായിട്ടാണ് ചെയ്തിരിക്കുന്നത്. റിയൽ ലൈഫിൽ ആളുടെ പണ്ടാട്ടി തന്നെയാണ് ഇതിലും ആളുടെ വൈഫ്. നിഷാൻ സാഗറിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാർ. ഇതിൽ പക്ഷെ വീണ്ടും ഞെട്ടിച്ചത് പൃഥ്വിരാജിന്റെ ഒരു ചെറിയ കുട്ടിയുണ്ട് ഇതിൽ. എന്ത് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് അറിയോ. യൂഷ്വലി കുട്ടികൾ പറയുമ്പോൾ ഈ കൂട്ട്നെസ് തൂറി മെഴുകണമായിരിക്കും, ആൻഡ് ദാറ്റ് ഈസ് അൺഅക്സെപ്റ്റബിൾ. എന്നാൽ ഈ കൊച്ച് പെർഫോം ചെയ്തിരിക്കുകയാണ്. കുറെ ചിരിക്കാനും ഉണ്ട്, എന്നാൽ അടിപൊളി പെർഫോമൻസും. ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് കുറെ സീൻസ് റിപ്പീറ്റേഷൻ ആയിട്ട് തോന്നി, വലിപ്പിക്കലായിട്ട് തോന്നി, ആ ഒരു ലാഗ് ഫീൽ ചെയ്തു. ആൻഡ് അടുപ്പിച്ച് ഫൈറ്റ് സീക്വൻസിന്റെ നെസസിറ്റി എന്താന്ന് വരെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെയും പൃഥ്വിരാജിന്റെ ഫൈറ്റ് സീക്വൻസ് ആയതുകൊണ്ട് കണ്ടിരിക്കാം. ബാക്കി സെക്കൻഡ് ഹാഫ് വാസ് വെരി നോർമൽ. ആ ഫസ്റ്റ് ഹാഫ് ഒരു പീക്ക് സാധനമാണ് വെച്ചാൽ ഇത് കംപ്ലീറ്റ്ലി ഡൗൺ ആയിരുന്നു. ക്ലൈമാക്സ് ഒക്കെ വൻ ശോകം. വിജയരാഘവന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, അത് നൈസ് ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച സംഭവം ഇർക്ക് ആ ഒരു ഫീല് കിട്ടിയില്ല. എന്നാൽ പോലും നല്ല സിനിമ. സോ ഈ സിനിമ നിങ്ങൾ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതിന്റെ ട്രെയിലറോ ടീസറോ ഗ്ലിംസോ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ അത്യുത്തമം ഡയറക്റ്റ് ആയിട്ട് പോയി സിനിമ കാണാൻ വളരെ നല്ല കാര്യം. എന്നാൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും റോഷാക്ക് ഒന്നും പ്രതീക്ഷിക്കരുത്. കെട്ടിയോളാണ് എന്റെ മാലാഖയും റോഷാക്കും ആനയും ആടും വ്യത്യാസമുണ്ട്. അതേ വ്യത്യാസം ഈ സിനിമയ്ക്കും ഉണ്ട്. അത് മനസ്സിൽ വെച്ചിട്ട് പോവാ. കീപ് യുവർ എക്സ്പെക്ടേഷൻസ് ലോ. നമ്മൾ എന്തൊക്കെയൊക്കെ പ്രതീക്ഷിച്ച് പോയിട്ട് പിന്നെ അവസാനം അത് കിട്ടിയില്ലെങ്കിൽ സങ്കടം. സ്റ്റിൽ ഇത് നല്ലൊരു സിനിമയാണ്, എനിക്ക് പേഴ്സണലി വർക്കായി. സോ വേണ്ടവര് കണ്ടു നോക്കാം. ഇനി അടുത്ത പടമായിട്ട് വീണ്ടും വരാം. വീണ്ടും സന്ധിക്കും വരെ വണക്കം.